പി കെ ചാത്തൻ മാസ്റ്ററെ കുറിച്ച് പറയണം. പി കെ ചാത്തൻ മാസ്റ്റർ. പി കെ ചാത്തൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ മാസ്റ്റർ എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരായിരുന്നു? പി കെ ചാത്തൻ മാസ്റ്റർ. മാസ്റ്റർ എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പി കെ ചാത്തൻ മാസ്റ്ററാണ്. അതുപോലെ പി കെ ചാത്തൻ മാസ്റ്ററുടെ ജന്മദേശം എവിടെയാണ്? പി കെ ചാത്തൻ മാസ്റ്ററുടെ ജന്മദേശം ചോദിച്ചാൽ എവിടെയാണ്? എവിടെയാണ്? മാടായിക്കോണം. ഓർത്ത് ചോദിക്കുക. പി കെ ചാത്തൻ മാസ്റ്ററുടെ ജന്മദേശം ആൻസർ മാടായിക്കോണം. അതുപോലെ പറയുകയാണെങ്കിൽ കേരള പുലയ മഹാസഭയുടെ സ്ഥാപകൻ. കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരായിരുന്നു? പി കെ ചാത്തൻ മാസ്റ്റർ ആയിരുന്നു. കേരള പുലയ മഹാസഭയുടെ സ്ഥാപകൻ ആൻസർ പി കെ ചാത്തൻ മാസ്റ്റർ. അതുപോലെ കേരള പുലയ മഹാസഭ സ്ഥാപിച്ച വർഷം 1970 ഓർത്ത് ചൂടുക. കേരള പുലയ മഹാസഭയുടെ സ്ഥാപകനാരാണ്? പി കെ ചാത്തൻ മാസ്റ്ററാണ്. അതുപോലെ കേരള പുലയ മഹാസഭ സ്ഥാപിച്ച വർഷം എന്നാണ്? 1970 1970. അതുപോലെ തന്നെ പി കെ ചാത്തൻ മാസ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള പുലയ മഹാസഭയുടെ ആദ്യ ശാഖ സ്ഥാപിച്ച സ്ഥലം എവിടെയാണ്? വെങ്ങാനൂർ. അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരള പുലയ മഹാസഭയുടെ ആദ്യ ശാഖ എവിടെ സ്ഥാപിക്കുകയുണ്ടായി? വെങ്ങാനൂരിൽ സ്ഥാപിക്കുകയുണ്ടായി. വെങ്ങാനൂർ ഏത് ജില്ലയാണ്? തിരുവനന്തപുരം ജില്ലയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ പി കെ ചാത്തൻ മാസ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടൻകുളം സമരം നയിച്ചത് ആരായിരുന്നു? പി കെ ചാത്തൻ മാസ്റ്റർ ആയിരുന്നു. കുട്ടൻകുളം സമരം നയിച്ചത് പി കെ ചാത്തൻ മാസ്റ്റർ ആയിരുന്നു. കുട്ടൻകുളം സമരം എന്ന് പറഞ്ഞാൽ വർഷം എന്നാണെന്ന് അറിയുമ്പോൾ കുട്ടൻകുളം സമരം നടന്ന വർഷം 1946. കുട്ടൻകുളം സമരം നടന്ന വർഷം 1946. കുട്ടൻകുളം സമരം ഏത് പേരിലറിയപ്പെടുന്നു? കുട്ടൻകുളം സമരം ഒരു പേരിലറിയപ്പെടുന്നുണ്ട്. ഏത് പേരില്ല? കുട്ടൻകുളം സമരം ഒരു പേരിലറിയപ്പെടുന്നുണ്ട്. ഏതില്ല? അതായത് കുട്ടൻകുളം സമരം അറിയപ്പെടുന്നത് വഴിനടക്കൽ സമരം. വഴിനടക്കൽ സമരം എന്നറിയപ്പെടുന്നത് ഏത് സമരമാണ്? കുട്ടൻകുളം സമരമാണ്. വഴിനടക്കൽ സമരം എന്നറിയപ്പെടുന്നു. ആൻസർ കുട്ടൻകുളം സമരം. അതുപോലെ കുട്ടൻകുളം സമരം കേട്ടോ. കുട്ടൻകുളം സമരം എന്ന വർഷം 1946. അതുപോലെ കുട്ടൻകുളം സമരം നടന്ന സ്ഥലം ഏതാണ്? ഇരിങ്ങാലക്കുടയാണ്. തൃശ്ശൂരിലുള്ള ഇരിങ്ങാലക്കുടയിലായിരുന്നു കുട്ടൻകുളം സമരം നടന്നത്. അതുപോലെ തന്നെ പി കെ ചാത്തൻ മാസ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പി കെ ചാത്തൻ മാസ്റ്റർ തിരുക്കൊച്ചി അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1954. ഓർത്തുകൊള്ളുക. പി കെ ചാത്തൻ മാസ്റ്റർ തിരുക്കൊച്ചി അസംബ്ലിയിലേക്ക് എന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു? 1954 തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. നമ്മൾ പി കെ ചാത്തൻ മാസ്റ്ററെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷയൊക്കെ ചോദിക്കാൻ സാധ്യതകളേറെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ വീഡിയോ കാണുന്നതിന് വീഡിയോ തുടർച്ചയായിട്ട് കാണുക.